സ്മാർട്ട് മീറ്ററുകൾ മാറ്റിവെക്കാൻ KSEB തയ്യാറാക്കിയ ടെക്നിക്കൽ ബിഡിന്റെ പകർപ്പാണ് ഇത്. അദാനി എനർജി സൊല്യൂഷൻ അടക്കം 11 കമ്പനികൾ. സംസ്ഥാനത്ത് കാവൽ സർക്കാർ നിലനിൽക്കുന്ന ഘട്ടത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് വലിയ സ്വാധീനമില്ലാതിരുന്നപ്പോൾ എന്തിനാണ് ഉദ്യോഗസ്ഥർ ഇരുട്ടിൽ ഇങ്ങനെ ഒരു നീക്കം നടത്തിയത്? കേരളത്തിലാകെയുള്ള 1,64,00,000 ഗാർഹിക ഉപയോഗത്തിനുള്ള സ്മാർട്ട് മീറ്ററുകളിൽ 50 ലക്ഷം എണ്ണം മാറ്റിവെക്കാനുള്ള വമ്പൻ പദ്ധതിക്കാണ് ഉദ്യോഗസ്ഥ തലത്തിൽ ഗൂഢനീക്കങ്ങൾ നടന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ തിരക്കിട്ട് ടെൻഡർ വിളിച്ചു. ഫലപ്രഖ്യാപനം വന്ന ദിവസം ടെൻഡർ നടപടികൾ ദ്രുതവേഗത്തിലാക്കി. പുതിയ സർക്കാർ അധികാരമേറ്റെടുത്ത് വൈദ്യുതി വകുപ്പ് മന്ത്രിയെ തീരുമാനിക്കുന്നതിന് മുൻപ് ടെക്നിക്കൽ ബിഡ് 3400 കോടി രൂപയുടെ കൂറ്റൻ കരാറിന് ഉദ്യോഗസ്ഥർക്ക് മാത്രമായി തീരുമാനമെടുക്കാൻ കഴിയുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. KSEBയെ പൊതുമേഖലയിൽ നിന്ന് മാറ്റാനുള്ള ഹിഡൻ അജണ്ടയാണെന്നും എങ്ങനെയാണ് അദാനി അടക്കമുള്ള കമ്പനികൾ ടെൻഡറിൽ പങ്കെടുത്തത് എന്ന് വ്യക്തമാക്കണമെന്നും INTUC നേതാവ് പ്രദീപ് കുമാർ നെയ്യാറ്റിൻകര ആവശ്യപ്പെട്ടു. വിഷയം അവർക്ക് കയ്യിൽ കൊടുത്തതും ഇത് KSEBയിലെ തൊഴിലാളികളിൽ നിന്നും അല്ലെങ്കിൽ KSEBയെ പൊതുമേഖലയിൽ നിന്ന് തീർച്ചയായും ഇല്ലാതാക്കി മാറ്റാനുള്ള ഒരു ഹിഡൻ അജണ്ടയാണെന്ന് ഞങ്ങൾ കൃത്യമായി മനസ്സിലാകുന്നു. ഇത് അദാനി എനർജി സൊല്യൂഷൻ കമ്പനിയെ ഉൾപ്പെടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് ഏത് രീതിയിലാണ് എന്ന് ഞങ്ങളോട് ബോധ്യപ്പെടുത്തിയിട്ടില്ല. അദാനി എനർജി അടക്കം 34 കമ്പനികളാണ് ടെൻഡറിൽ പങ്കെടുത്തത്. ടെക്നിക്കൽ ബിഡ് തുറന്നുകൊടുത്ത 11 കമ്പനികളിൽ പലതിനും അദാനി ഗ്രൂപ്പുമായി ബന്ധമുണ്ടെന്നും ആരോപണമുണ്ട്. നടപടിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹത ഇല്ലെന്നാണ് CITU നേതാവ് സുരേഷ് കുമാർ പറയുന്നത്. സ്വകാര്യ കമ്പനിക്ക് കരാർ നൽകിയാലും സർക്കാരിന് നഷ്ടമുണ്ടാകില്ല. ഈ ടെസ്റ്റിംഗ് നടന്നു വരുന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം നേരത്തെ നടപ്പാക്കിയിരുന്ന കാപെക്സ് മാതൃകയിൽ നിന്നും ഒരു വ്യത്യാസവുമില്ലാത്ത ടെൻഡറാണ് ഇപ്പോഴും നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ടെൻഡറിന്റെ ഭാഗമായി ഫിനാൻസ് ബിഡ് തുറന്നാൽ ഒരു സംശയവുമില്ല നേരത്തെ ടോട്ടക്സ് മാതൃകയിൽ ചെയ്ത ടെൻഡറിൽ കിട്ടിയിട്ടുള്ള 9,450 രൂപ എന്നൊക്കെ ഒരു മീറ്ററിന് ശരാശരി വരുന്ന രൂപത്തിൽ കിട്ടിയിരിക്കുന്നതിനേക്കാളും കുറഞ്ഞ റേറ്റ് ആയിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത്രയും വലിയ തുകയുടെ കരാറുമായി ബന്ധപ്പെട്ട് നടന്ന നീക്കത്തിനു പിന്നിൽ എന്തെന്നത് സംബന്ധിച്ച് ഇനിയും വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. 1,64,00,000 ഗാർഹിക ഉപഭോക്താക്കളെ നേരിട്ട് ബാധിക്കുന്ന ഇത്തരമൊരു വൻ കരാർ എന്തുകൊണ്ട് KSEB നിഗൂഢമായി ധൃതി പിടിച്ച് നടപ്പിൽ വരുത്തുന്നു? രാഷ്ട്രീയ നേതൃത്വം അറിഞ്ഞുകൊണ്ടാണോ KSEBയുടെ ഈ നടപടിക്രമങ്ങൾ? ഏതായാലും ജനങ്ങൾക്ക് ഉത്തരം നൽകിയേ കഴിയൂ. ക്യാമറമാൻ അമൽ വടകരക്കൊപ്പം K. ശരത്ലാൽ, ന്യൂസ് മലയാളം.